ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയുണ്ട്. എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതാണ് ശരിയെന്ന് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക. അവന് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഒഴിവാ. എന്താ അപ്പോഴേക്ക് സംഭവിക്കും? അവിടെ ലോകം ഇടിഞ്ഞു വീഴും. എപ്പോഴും ആകാശം പൊളിഞ്ഞു വീഴുക എന്നാണ് ചോദിക്കല്. ഇത് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴും അല്ല, ഇതിന് പറയുമ്പോഴേക്കും ഇങ്ങനെ ആകാശം പൊളിഞ്ഞു വീണ്. രാഷ്ട്രീയം പറയുമ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്താ? ഇത്രയും പരസ്യമായി നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിൻ്റെ പിറകിൽ എന്തോ നിഗൂഢതയുണ്ട്, ദുരൂഹമായിട്ടുണ്ട്. അവര് രണ്ട് മൈക്കും, അവരുടെ വിദേശ ഫണ്ട്, രണ്ട് മൈക്കും ഒരു ചെറിയ സ്പീക്കറും വാങ്ങിയിട്ടുണ്ട്. അതിനെന്തോ ഒരു വിദേശ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവണം. കഴിഞ്ഞ ആഴ്ചയിലാണ് ചില കുട്ടികൾ അവരുടെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ അവർ മനസ്സിലാക്കിയ ഒരു മതത്തെ മറ്റുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവരവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് ചില വിവാദങ്ങൾ. മുതലെടുക്കാൻ വേണ്ടി കാത്തിരുന്നവർ മുതലെടുക്കാൻ ശ്രമിച്ചു, പരിഹാസത്തിന് പറ്റുന്നവർ അങ്ങനെ ഉപയോഗിച്ചു. സത്യത്തിൽ ഈ പൊതു ഇടങ്ങൾ അത് മതം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ അല്ലേ? അല്ല, ഈ കോഴിക്കോട് ബീച്ച് ഇന്ത്യയിൽപ്പെട്ടതാണോ? അല്ല, സംശയം ചോദിക്കുകയാണ്. കോഴിക്കോട് ബീച്ച്, എറണാകുളം, അതേപോലെ തന്നെ മറൈൻ ഡ്രൈവ്, തിരുവനന്തപുരം, പിന്നെ ശംഖുമുഖം, കടപ്പുറം, ഇതൊന്നും പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലമല്ലല്ലോ. ഇന്ത്യയിൽ ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 കൃത്യമായി പറയുന്നുണ്ട് എന്ത്, ഒരു പൗരൻ്റെ മൗലികാവകാശത്തിൽപ്പെട്ടതാണെന്ത് 3 കാര്യമാണ് പറയുന്നത്. അവനിഷ്ടപ്പെട്ട മതം വിശ്വസിക്കാം, അവിടെ നിർത്തിയില്ല. രണ്ടാമത് അത് ആചരിക്കാം, അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രകടമായി തന്നെ അയാൾക്ക് എന്ത് ചെയ്യുക, ആചരിക്കാം, അവിടെ നിർത്തിയില്ല. മൂന്നാമത്തത് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതെന്ത് ചെയ്യാം, പ്രചരിപ്പിക്കാം. ഇതെവിടെയുള്ളതെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള ഏതെങ്കിലും ക്ലോസിലല്ല, ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ എഴുതി ചേർത്ത ക്ലോസാണ്. അങ്ങനെയുള്ള ക്ലോസുള്ള ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ആ കേരളത്തിലെ ഒരു ജില്ലേൻ്റെ പേരാണ് കോഴിക്കോട്. ആ കോഴിക്കോട് ജില്ലയിലെ നല്ലൊരു വിഭാഗം ആളുകൾ മറ്റു ജില്ലയിൽ നിന്നും ഒരു പിന്നെ കാറ്റുകൊള്ളാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ആ കോഴിക്കോട് ബീച്ച് നമ്മൾ കണ്ടിടത്തോളം, നമ്മൾ അറിഞ്ഞിടത്തോളം അതിൻ്റെ ചരിത്രം നോക്കിയാലും അവിടെ എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയും സംസാരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ജനങ്ങൾ അവിടെ എല്ലാ നിലക്കും അഭിനമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് ഇതിനുള്ളത്. എന്താ സംശയം? കോഴിക്കോട് ബീച്ചിൽ സമ്മേളനം വെക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ കോൺഫറൻസ് സംഘടിപ്പിക്കാത്ത മതസംഘടനകളുണ്ടോ? കോഴിക്കോട് ബീച്ചിൽ ഒരുമിച്ച് കൂടാത്ത സാംസ്കാരിക സംഘടനകളുണ്ടോ? അന്ന് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ സാംസ്കാരിക സമ്മേളനമോ പരിപാടിയോ എന്തെങ്കിലും വേറെയുള്ളവരൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകാറോ പതിവ് അല്ല. അതതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇപ്പോൾ ചെറിയ പരിപാടിയാണെങ്കിൽ ഒരു മൂലൊക്കെ നടക്കുന്നുണ്ടാവും, അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളും വെച്ചിട്ടുണ്ടാവും, അതവിടെ നടക്കും, അത് ഇഷ്ടമുള്ള പോയി കേൾക്കും. അല്ലാത്തവർ അവിടെ കാറ്റുകൊണ്ടിരിക്കുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. കുറച്ച് വലിയ പരിപാടിയാണെങ്കിലോ ആ പരിപാടിക്ക് അതിൻ്റെ ആ ലെങ്ത്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ജനങ്ങൾ അവിടെ ഉണ്ടാവും, ഇതിൻ്റെ ഇടയിലൂടെ ആളുണ്ടാവും, അവിടെ നടക്കുന്ന പരിപാടി കേൾക്കണവരുണ്ടാവും. ഇതാ രീതിയിൽ കാലങ്ങൾ എത്രയായി. എന്താ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം? ആ സാഹചര്യത്തെയാണ് നമ്മൾ കാണേണ്ടത്. അത് മറ്റൊന്നുമല്ല. ഇതിപ്പോൾ ഈ പിന്നെ അൺമാസ്കിങ് അനോമലീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ള കുട്ടികളാണെന്ന് ചെയ്തിട്ടുള്ളത്. അവരിവിടെ ഒരു സുപ്രഭാതത്തിൽ ഈ കാര്യങ്ങൾ തുടങ്ങിയതുമല്ല. അവർ ആ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവർ രണ്ട് വിഭാഗത്തിന് നേരെ, രണ്ട് വിഭാഗം ഇവിടെ ഉണ്ടാക്കുന്ന വിദ്വേഷത്തിന് എതിരെ അതിൻ്റെ പുറന്തോട് പൊട്ടിക്കാൻ വേണ്ടി വളരെ ദൈക്ഷണികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അത് ഈ കേരളത്തിൻ്റെ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ ഭരണഘടന, ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നരേറ്റീവ്, എതിരായിട്ടുള്ള ഒരു സമീപനം. അതായത് ഇവിടെ ആരും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കുറച്ച് കാലമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. അതായത് ഒരു അഭിപ്രായം പറയാൻ പാടില്ല, എതിരഭിപ്രായം ഒന്നും പറയാൻ പാടില്ല എന്ന രീതിയിലൊരു കാര്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്നെന്താ വെച്ചാൽ ഇസ്ലാമിന് നേരെ, പ്രത്യേകിച്ച് മതം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിന് നേരെ ഒരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തിന് വെള്ളവും വളവും നൽകുന്ന ചർച്ചകൾ, ഡിബേറ്റുകൾ, സംവാദങ്ങൾ, അതിന് ഈ ബീച്ച് എപ്പോഴും സാക്ഷിയാകലുണ്ട്. ഈ ബീച്ചിൽ എത്ര ഇതുപോലെ മൈക്ക് പിടിച്ചുകൊണ്ട് പെൺകുട്ടികളെ നേരെയും അവിടെ കാറ്റ് കൊള്ളാൻ വരുന്ന ആൾക്കാരുടെ നേരെയും, അതേപോലെ തന്നെ കോളേജുകൾ തോറും, ഓരോ കോളേജുകൾ തോറും
കയറി ഇറങ്ങി ഇവിടുത്തെ ചില ചാനലുകൾ തന്നെ അതൊരു പ്രത്യേക പ്രോഗ്രാമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് മഫ്തൊക്കെ ഇട്ട കുട്ടികളുടെ മുമ്പിൽ വന്നിട്ട് ഈ മൈക്ക് നീട്ടിയിട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്കൊന്നും പറയാല്ലേ, പിന്നെ നിങ്ങൾ ഈ ഇസ്ലാമിലായതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾക്ക് ഈ മഫ്തിടേണ്ടി വന്നത്, നിങ്ങൾക്ക് സ്വത്തവകാശം ശരിക്കും തരുന്നില്ലല്ലോ. ഇങ്ങനെ ഇസ്ലാമിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ ഖുർആനിനെയും അത് ഏതോ ഒരു പിന്നെ പഴയ നൂറ്റാണ്ടിലുള്ള ഒരു മതമാണ്, ഇപ്പോൾ ഈ ആധുനിക ലോകത്തിൽ ചേരാത്തതാണ് എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കാനും ഇവരെ കൊണ്ട് പ്രതികരിപ്പിക്കാനും വേണ്ടി ഒട്ടനവധി പരിപാടികളും പദ്ധതികളോടെ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലമായിട്ട് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, LGBTQ ആക്ടിവിസം, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കവലകൾ തോറും ഈ ബീച്ച് അടക്കമുള്ള സ്ഥലങ്ങളിൽ കവലകൾ തോറും നടന്നിട്ട് ഇതുപോലുള്ള അഭിപ്രായം, ആ അഭിപ്രായം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടാൽ നമ്മൾ അത് പിന്നെ ഒരു സംസ്കാരമുള്ള മനുഷ്യന്മാർക്ക് കേട്ട് നിൽക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അത് പബ്ലിക്കിലാണല്ലോ ഉള്ളത്. പബ്ലിക്കിൽ ചോദിക്കുന്നു, പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് പൊതുവെ ഇസ്ലാമിന്, മുസ്ലിങ്ങൾക്ക്, പൊതുവെ മതത്തിന് എതിരായിട്ടുള്ളൊരു ഗ്രൗണ്ട് വർക്ക് ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ അതിനെ ശരിക്ക് ബൗദ്ധികമായി ചോദ്യം ചെയ്ത ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരാണെന്ത്, ഈ അൺമാസ്കിങ് അനോണിമസ് എന്ന് പറയുന്നത്. അവരാ പണിയെടുത്തു, അത് എത്തേണ്ടിടത്ത് എത്തി, കൊള്ളേണ്ടിടത്ത് കൊണ്ടു. ഇവിടെ എത്ര കാലം ഉണ്ടാക്കിയ അതിൻ്റെ മുഖമൂടി അതിൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ വലിച്ചു കയറപ്പെട്ടു. തർക്കമൊന്നുമില്ല കാര്യത്തിൽ. ഇവിടെ നേരത്തെ ഈ യുക്തിവാദികളായിട്ട് നാസ്തികന്മാരായിട്ട് വന്നിരുന്ന ആളുകളൊക്കെ വലിയ രാജാക്കന്മാരായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ വിലസിയിരുന്നു. അവർ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പില്ല. അവരെന്തോ കുറച്ച് ശാസ്ത്രം പറഞ്ഞു കണ്ടാണ് വരിക. അപ്പോൾ അതേ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായി അതിനൊക്കെ കൃത്യമായി കുട്ടികൾ വളരെ ഗംഭീരമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തളർച്ചയും തകർച്ചയും ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ലണ്ടനിൽ നടക്കം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതൊരു തളർച്ചൻ്റെ ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇസ്ലാമികമായ പിന്നെ കാര്യങ്ങളിൽ അത് ശരിക്കും വസ്തുനിഷ്ഠമായ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അസ്വസ്ഥരായ ആൾക്കാരുണ്ട്. അതിപ്പോൾ ഈ തീവ്ര വലതുപക്ഷ പിന്നെ ആളുകൾ, ഈ റൈറ്റ് വിങ് ഹാൻഡിൽസ്, അവർ അതിൽ അസ്വസ്ഥരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊന്നും ആശയം കൊണ്ട് ഇതിനെ നേരിടാനും ചോദിക്കാനും ഒന്നും കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ഇവരാരും ഉണ്ടാകാൻ പാടില്ല എന്ന രൂപത്തിലേക്കുള്ള ഒരു സംഗതി അവരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിവാദമായി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അവരുടെ TV, അവരുടെ സംവിധാനങ്ങൾ, അവരുടെ ചില പിന്നെ സംഘടനകൾ, ഈ ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംവിധാനങ്ങൾ, ജനൻ TVയെ പോലുള്ള ആൾക്കാർ, ഇവരല്ലാതെ ശരിക്ക് ചിന്തിക്കുന്ന ഇന്ത്യൻ ഭരണഘടന മനസ്സിലാക്കിയ, ഇന്ത്യയുടെ ബഹുസ്വരത മനസ്സിലാക്കിയ ഉത്തരവാദപ്പെട്ട ആരും എന്ത് ചെയ്തിട്ടില്ല. ഒരു സംഘടനയോ ആ നിലക്കുള്ള ആൾക്കാരോ ആരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടൊന്നുമില്ല. നമ്മളത് വലിയ വിവാദമായി, വലിയ പ്രശ്നമായി എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ അങ്ങനെ നോക്കുമ്പോൾ ഞാനീ പറഞ്ഞ രണ്ട് സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിതിന് കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഈ അസ്വസ്ഥത ഉള്ളതുകൊണ്ട്, അതായത് അത് നേരത്തെ ഉള്ളൊരു ദേഷ്യമാണത്, ആ ദേഷ്യം തീർക്കാൻ പറ്റിയൊരു അന്തരീക്ഷം ഒരു സാഹചര്യം കിട്ടിയാണ്ട് എന്ത് ചെയ്യണം, അവരായിട്ട് ഡെവലപ്പ് ചെയ്ത് വിവാദമാക്കി കൊണ്ടുവരികയാണ്. അതാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ പിന്നെ ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുസ്ലിം പക്ഷത്തു നിന്ന് തന്നെ ഈ ഷുഹൈബുൽ ഹൈത്തമിയെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊരു അപകടകരമായ നീക്കമാണ്, ഇത് ശരിയാവില്ല എന്ന്. അപ്പോൾ പിന്നെ മാതൃഭൂമി പോലെയുള്ള ചാനലുകൾ അതൊരു വാർത്തയാക്കി. അങ്ങനത്തെ ഒരു ട്രെൻഡ് അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ എന്തല്ല, ഈ നീക്കം ശരിയല്ല എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ വന്നു. അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് ആളുകൾക്ക്. എന്താ വെച്ചാൽ ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പഴയ പോലെയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊരു പക്വതയില്ലാത്ത പ്രവർത്തനമാണ്, ഇങ്ങനെ പിന്നെ പുറത്തുപോയ ആളുകളോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ വിവേകമില്ലാത്ത ഏർപ്പാടാണ്, ഒരു ബസീറത്തില്ലാത്ത ഏർപ്പാടാണ് എന്ന രീതിയിലേക്കുള്ള ഒരു നെറേറ്റീവാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇനി എത്ര പക്വതയും പാകതയും ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ചർച്ച, അത് എടുത്ത് പറയാമെന്നല്ലാതെ ഇത് ഈ സംഗതി തന്നെ പാടില്ല, അത് പ്രശ്നമാണ് എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടാക്കിയ ഒരു പൊതുബോധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചിന്തയാണ് എന്ന് പറയേണ്ടി വരും. ഈ പൊതുബോധത്തിനനുസരിച്ച് പോവുകയല്ല നമ്മൾ വേണ്ടത്. ഈ പൊതുബോധത്തെ മാറ്റി എഴുതാനാണെന്ത് അത്യാവശ്യം ദിഷണയുള്ള ആളുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇവിടെ കൃത്രിമമായി ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശത്തെ ഹനിക്കുന്ന വിധം ഒരു നരേറ്റീവ് ഇവിടെ ഏകപക്ഷീയമായി സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ വലിയ ലോറിയൊക്കെ വരുമ്പോണ്ടല്ലേ ഓട്ടോറിക്ഷ ഒതുങ്ങി കൊടുക്കുന്ന പരിപാടി. ഓട്ടോറിക്ഷയും ബൈക്കൊക്കെ വലിയ ലോറി ഇങ്ങനെ ചെറിപ്പഞ്ഞ് വരുമ്പോൾ, കാരണം അവർ റോട്ടിൽ നിന്ന് ഒഴിവാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അവനാൻ്റെ ജീവനും കാത്ത് എവിടേക്കെങ്കിലും പോകാമെന്ന്. അതേപോലെ ഇവരിങ്ങനെ ഇങ്ങോട്ട് ഈ വെറുപ്പും വിദ്വേഷവും ഇസ്ലാമിക വിരുദ്ധ സംഗതിയായിട്ടുമായിട്ടാണ് വരുമ്പോൾ എന്നാൽ ഓടിക്കോളി നിന്നുകൊണ്ട് എല്ലാവരും പാടെ ഓടി ഒഴിവായി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് ഇപ്പം ഈ കാലഘട്ടത്തിൽ പറ്റുക. ഇത് ഏത് കാലഘട്ടത്തിലാണ് പറ്റുക?
അതൊരു ചോദ്യമാണല്ലോ. ഇനിയിപ്പോൾ അടുത്തൊരു 2 വർഷം കഴിഞ്ഞാൽ ശരിയാവുമോ? 10 വർഷം കഴിഞ്ഞാൽ ശരിയാവുമോ? എന്താ ഇതിൻ്റെ അവസ്ഥ? എന്താ പിന്നെ ഡേറ്റ്? അതൊക്കെ വെറുതെ ഒരു എന്താ പറയുക, ഈ നിലവിലുള്ള ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശത്തെ അത് വേറൊരാളെ ഹിറ്റ് ചെയ്യാൻ പാടില്ല. അത് സോഷ്യൽ ഓർഡറിന് പിന്നെ ലോ ആൻഡ് ഓർഡറിന് ഇഷ്യൂസ് വരാൻ പാടില്ല, ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നം വരാൻ പാടില്ല, അവരുടെ സമാധാനത്തിന് പ്രശ്നം. ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഈ കുട്ടികൾ ഇവരോട് ചോദിച്ച ആളുകളോട് അനുവാദം ചോദിച്ചിട്ടാണ്, നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങളിത് റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സ്ഥലത്ത് എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും ഉന്തുന്നുള്ള ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? എന്ത് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താ അതൊന്നും പറയാത്തത്? അത് അവിടുന്ന് റെക്കോർഡ് ചെയ്തു, ഇവരുടെ യൂട്യൂബിലിട്ടു, അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള അസ്വസ്ഥത എന്നല്ലാതെ എന്താ പറയുള്ള പ്രശ്നം? വേറൊന്നുമല്ല, അത്രയുള്ള സിമ്പിളായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എനിക്ക് ഇസ്ലാമികമായ രംഗത്ത് നിന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, പിന്നെ വേറെ അതിൽ പറയണത് എന്താ വെച്ചാൽ, നമ്മൾ ആളുകളുടെ കംഫർട്ട് പരിഗണിക്കാതൊന്നും ചെയ്യരുത്. കംഫർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഗെയിമല്ല, ഇതിൽ ഇങ്ങനെ ചോദിച്ച് ഉത്തരം മുട്ടിക്കേണ്ട കേസല്ല ഇസ്ലാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന് എതിരായ കുറേ ചോദ്യങ്ങൾ ഇതുപോലെ ചോദിക്കപ്പെടുകയും അതിൽ മുസ്ലിം പ്ലാറ്റ്ഫോമിലുള്ള പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികൾ അതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ, ആ പറയുന്നതിൽ എന്തോ ഒരു വിഷയമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുണ്ടാകുമ്പോൾ അവരുടേതായ ഭാഷയിലും അവരുടേതായ ശൈലിയിലും അതിൻ്റെ ഒരു മറുവർത്തമാനം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ചോദിച്ച് ഉത്തരം മുട്ടിക്കുക, ഗെയിം കളിക്കുക എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും പറഞ്ഞ് കളിക്കേണ്ട കാര്യമല്ല. ഇതിൻ്റെ രണ്ട് പശ്ചാത്തലവും സാഹചര്യവും നോക്കിയിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. പിന്നെ ഇത് എല്ലാവരെയും മുസ്ലിങ്ങളാക്കേണ്ട കടമയൊന്നും നമുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആരപ്പോൾ കടമുണ്ട് പറഞ്ഞ്? പക്ഷെ എല്ലാവർക്കും ഇസ്ലാം എത്തിക്കേണ്ട കടമുണ്ട്. ആ ഭാഷ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതായത് എല്ലാവരെയും നിർബന്ധിച്ച് മുസ്ലിങ്ങളാക്കാൻ ഇസ്ലാമും പറയണില്ല, ഇന്ത്യ രാജ്യവും പറയണില്ല. അത് രണ്ടും ചെയ്താൽ ഒഫൻസാണ്. അത് ഇവിടെ ആരും ചെയ്തിട്ടില്ല. എന്നാൽ ഇത് ഇസ്ലാം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ആ പ്രവാചകൻ പറഞ്ഞെന്താ? അന വസാഅത്തുക ഹാത്തൈൻ, ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ്. ഞാൻ വന്നു എന്നുള്ളത് ഇനി ഈ ലോകത്തിൻ്റെ അവസാനം ഇനി നടക്കുള്ളൂ. ഇനി ഇതിൻ്റെ പ്രവാചകനൊന്നും വരാനില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് പ്രവാചകൻ്റെ കൽപ്പനയാണ്. ഇനി ആയത്തുകളും ഹദീസുകളും വെച്ച് കഴിഞ്ഞ് എത്ര പറയാൻ പറ്റും? ഇതിൽ കൊട്ടക്കണക്കിന് ഗാലൻ കണക്കിന് സംഗതികൾ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിലവിലുണ്ടായിരിക്കെ ഇതിങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വെച്ചാൽ മതി, ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എടുത്ത് പോയിക്കോളും, അല്ലാതെ നമ്മൾ പറയണ്ട എന്ന രീതി ഒരിക്കലും ശരിയല്ല. അത് അദ്ദേഹത്തിൻ്റെ വിവരവും കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം തിരുത്തേണ്ട കാര്യമാണ്. അത് അദ്ദേഹം നല്ല അദ്ദേഹത്തെ പോലെ ആരൊക്കെയാണോ സംസാരിക്കുന്നത് തിരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ പിന്നെ മുസ്ലിം സംഘടനകൾ പിന്നെ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ആൾക്കാരിതിങ്ങനെ മനസ്സിലാക്കി പോയിക്കോളും, നമ്മളൊക്കെ ഇസ്ലാമായിട്ടാണ് ജീവിച്ചാൽ മതി എന്നുള്ള രൂപത്തിലാണല്ലോ. അപ്പോൾ ഈ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സംഘടനകൾ ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ മീഡിയകൾ ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ ആസൂത്രണം ഇവിടെ ഉണ്ട്, അത് പിന്നെ പ്രചരിപ്പിക്കാൻ വിദ്വേഷം ഇവിടെ ഉണ്ട്, അത് പ്രചരിപ്പിക്കാൻ ഭരണകൂടത്തിൻ്റെ സ്വാധീനങ്ങൾ കിട്ടുന്നുണ്ട്, അത് പ്രചരിപ്പിക്കാൻ ലോകാടിസ്ഥാനത്തിലുള്ള പിന്നെ കാഴ്ചപ്പാടുകളും നെറേറ്റീവുകളും രൂപപ്പെടുന്നുണ്ട്. എല്ലാവിധ ആസൂത്രണവും ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് ഇതൊക്കെ പഠിച്ചോളും എന്ന് വിചാരിച്ചും കണ്ടിരുന്നാൽ അതൊക്കെ ആ വർത്തമാനത്തിലൊക്കെ എന്താ ആത്മാർത്ഥമുള്ളത്? അപ്പോൾ അത് അത്തരം ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പൊതുബോധം അത് മനസ്സിലാക്കി പക്വതയോടെ നീങ്ങണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പക്വത എന്ന് പറയുന്നത് എന്തല്ല, പറയാതിരിക്കലല്ല, പറയലാണ്. പറയുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിക്കുക, അത് തിരുത്തുക. അപ്പോൾ നമ്മൾ പൊതുബോധത്തിന് കീഴ്പ്പെടല്ല വേണ്ടത്, മറിച്ചൊരു ബദൽ പൊതുബോധം ഇവിടെ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. ആ ബദൽ പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പൊതുബോധമാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനമാണ്. അതല്ലാതെ എല്ലാവരും ഒന്നാകലുമല്ല, എല്ലാവരും വേറിട്ട് നിന്ന് കണ്ടാൽ മുണ്ടാത്ത അവസ്ഥ ഉണ്ടാകലുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ അറിയണം. ഞാൻ പറയട്ടെ, പിന്നെ അംജദ് ഒരു നാട്ടിൽ ഒന്ന് മാറി ഒരു വർഷത്തിന് താമസിക്കാൻ പോയി, എന്നെ പരിചയമില്ലാത്ത നാട്ടിൽ പോയി. ഇതവിടെ വീട്ടിൽ കയറിയിട്ട് ആരും എന്നോട് സംസാരിക്കണില്ല, ആരും മിണ്ടണില്ല, ഈ അവരോടും സംസാരിക്കണില്ല. ഇത് ഭയങ്കര പ്രശ്നമല്ലേ? ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട അയൽവാസികൾ ആരാന്താ ഒന്ന് പരിചയപ്പെടുങ്ങൾ എവിടുന്ന് വരുന്നത്, ഞാനിവിടെ വന്നാണ് ഇന്നാട്ട്, അതോടെ ആ പ്രശ്നം തീർന്ന്. അതേപോലെ ഇവിടെ വ്യത്യസ്ത മതങ്ങളും ജാതികളും ഒക്കെ ജീവിക്കുമ്പോൾ ഒരു ബലി പറയുന്ന സ്വസ്ഥത സമാധാനം എന്ന് പറയുന്നില്ലേ, ആ സ്വസ്ഥതയും സമാധാനം കിട്ടണമെങ്കിൽ ആരാ ഹിന്ദു, ആരാ മുസ്ലിം, ആരാ ക്രിസ്ത്യാനി, ആരാ മതമുള്ളൂ, മതമില്ലാത്തവർ, ഇവിടെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട്, ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാണ്ട് എന്നിട്ട് അവനവൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതാണ് ശരിയെന്ന് മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക. അവന് വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഒഴിവാ. എന്താ അപ്പോഴേക്കും സംഭവിക്കുക? അവിടെ ലോകം ഇടിഞ്ഞു വീഴും. എപ്പോഴും ആകാശം പൊളിഞ്ഞു വീഴുക എന്നാണ് ചോദിക്കല്. ഇത് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴും അല്ല, ഇതിൽ പറയുമ്പോഴേക്കും ഇങ്ങനെ ആകാശം പൊളിഞ്ഞു വീണ്
രാഷ്ട്രീയം പറയുമ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്താ? വൈകുന്നേരത്തെ മീഡിയകളിൽ നടക്കുന്ന ചർച്ച എന്താ? അല്ല, രാത്രി അന്തിചർച്ചയിൽ എന്താ നടക്കുന്നത്? ഭയങ്കര ശാന്തമായി പക്വതയോടുകൂടി ഇങ്ങനെ എല്ലാവരും ഇരുന്നിട്ടുള്ള സംസാരം അല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്തിൻ്റെ പേരില്ല? ഇവിടെ രാജ്യത്തിൻ്റെ വളരെ ബേസിക്കായ കാര്യങ്ങളല്ല പലപ്പോഴും ചർച്ചയ്ക്ക് വരല്ലേ. എന്തെങ്കിലും വൈകാരിക ഇഷ്യൂ എടുത്തുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, മറ്റേ പാർട്ടി ഇങ്ങോട്ട് വിട്ടു, ഇയാളെ പ്രസ്താവന അതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും പോകാത്ത ഒരു ഫാബ്രിക്, തകരാത്തൊരു ഫാബ്രിക്, മതപരമായ കാര്യങ്ങൾ ആ ഭാഷയിലൊന്നുമല്ല, വളരെ നല്ല ഭാഷയിലാണ് ഈ കാര്യങ്ങൾ അങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും എന്നുകൊണ്ട് പറയും ചെയ്യുക. അപ്പോൾ നമ്മൾ മുസ്ലിം പക്ഷത്തു നിന്ന് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നാലെ ഓടും ചെയ്യുക. അതൊന്നല്ല ശരി. ഇതിന് റൂട്ട് കോസിലാണ് കാണേണ്ടത്. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഈ 12 സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കിയ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് മനസ്സിലാക്കണം. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഇവിടെ നിർബന്ധിതമായിട്ട് മതത്തിലേക്ക് ചേർക്കാൻ ഇസ്ലാം എന്തായാലും പറയുന്നില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്, നമ്മളെ രാജ്യം അനുവദിക്കുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ അത് നിർബന്ധിതമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ മതം പ്രചരിപ്പിക്കാൻ അവിടെ അവകാശമുണ്ട്, അത് കേട്ടുകൊണ്ട് ഒരാൾക്ക് മാറിയ കുറ്റമാണ്. എങ്ങനെയാ അത് ശരിക്കും നമ്മളെ മൗലികാവകാശത്തിൻ്റെ ഒരു ലംഘനമായിട്ടാണ്. മൗലികാവകാശങ്ങളെ തളർത്തിയിടുന്ന വളഞ്ഞ വഴിയിലുള്ള നിയമനിർമ്മാണങ്ങൾ പലതും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തിന് ഇവിടെ ഇങ്ങോട്ട് മൊത്തം അവർ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർത്ത് ഒരു ജനോസൈഡിൻ്റെ ഒരു വംശഹത്യയുടെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് ഇവിടെ എന്താണ് ഇസ്ലാം എന്ന് പറയാനുള്ള സ്പേസ് അത് പബ്ലിക്കിലുണ്ട്, അത് ഓൺലൈനുണ്ട്, ഓഫ്ലൈനിലുണ്ട്, സമ്മേളനത്തിലുണ്ട്, ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന അവകാശം എന്ത് ചെയ്യണം? അത് മതം പറയാനും കിട്ടണം. അപ്പോഴേക്ക് പൊട്ടിത്തെറിക്കണ തരിപ്പുണ്ടെങ്കിൽ അത് കൃത്യമായി ചർച്ച ചെയ്ത് കണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള നട്ടലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ മാറില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മറ്റൊക്കെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ പ്രചാരണത്തിനും മറ്റും മാത്രമായി ചില റെസ്ട്രിക്ഷൻസ് അത് മുന്നിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു കാപ്പട്യം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുള്ളത്. അമീത് മാഷെ, ഇത് ഈ രൂപത്തിൽ വിവാദമാക്കാനിപ്പോൾ ഇതിൽ എന്താ ഉള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം വെച്ച് വായിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഓണാഘോഷങ്ങൾ ഇത് മുസ്ലിങ്ങളും ആഘോഷിക്കണം എന്ന് പറഞ്ഞതിന് അല്ലെങ്കിൽ പറയുന്നതിന് ഉള്ള ഒരു കാരണം പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സെക്കുലർ സ്പേസ് സംരക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ സെക്കുലർ കൾച്ചർ നിലനിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ സ്പേസ് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളാണെങ്കിൽ അവരെല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയൊരു പൊതു ഇടം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, മര്യാദകളുണ്ട്, ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളും മര്യാദകളൊക്കെ പാലിച്ച് ചെയ്യാൻ ഈ രാജ്യം അനുവദിക്കുന്ന ഒരു കാര്യം, അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൊതുപ്രഭാഷണങ്ങൾ പബ്ലിക്കായിട്ട് നടക്കുന്നത്, സംഗീത പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടന സമയങ്ങളിലൊക്കെ ചിലപ്പം ചെറിയൊരു സ്പേസിലാക്കാരം വലിയ ഈ ഡ്രമ്മും ഇതൊക്കെ വെച്ച് ആളുകൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ അടുത്തുകൂടെ രോഗികൾ കടന്നു പോകില്ലേ, ആംബുലൻസ് പോകില്ലേ, തൊട്ടടുത്ത് വീടുകളുണ്ടാവില്ലേ. അപ്പോൾ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത വിധത്തിലാണ് ഈ ഇവരെല്ലാം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ആലോചിച്ച് നോക്കൂ, വളരെ ചെറിയൊരു സ്പേസിൽ അത് നമുക്ക് ആ വീഡിയോസ് നോക്കിയാൽ തന്നെ അറിയാം, ബാക്കി കുറേ ആൾ കടല കുറിച്ചിട്ടോ ഐസ് നിന്നിട്ടോ അപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവരിങ്ങനെ ചെറിയ മൈക്കോ ആയിട്ട് ഇവിടെ ഇരുന്ന് റെക്കോർഡിംഗ് ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വളരെ ക്ലോസ് വിസിനിറ്റിയിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം ഇത്രയും എത്തിയത്. ഈ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലോ ഇതേ രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലോ അവിടെയുള്ള ആളുകൾ മാത്രമാണ് ഇത് അറിയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നല്ല കാര്യമല്ലേ? ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം എല്ലാവർക്കും സത്യാന്വേഷണത്തിനുള്ള ഒരാഗ്രഹമുണ്ടാകും, അതിന് അവസരം വേണമെന്നും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം നമ്മളെ തേടിയിട്ട് നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ ഞാൻ എന്താണ് പിന്നെ നിങ്ങളോട് സംസാരിച്ചു കൊള്ളട്ടെ എന്ന അനുവാദം ചോദിച്ച് അവരുടെ സ്വകാര്യതയെ ലംഘിക്കാതെ അവരുടെ പെർമിഷനോടെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ചർച്ച നടത്തുന്നത്. യഥാർത്ഥത്തിൽ അത് ഏറ്റവും നല്ല ഒരു രൂപമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പക്ഷെ അതിന് പകരം ഇതിനെ വിവാദമാക്കുമ്പോൾ, ഇതിനെ ഭയപ്പെടുമ്പോൾ, അത്തരം സംവാദങ്ങളെ ഭയപ്പെടുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഒരു പ്രശ്നമാക്കുകയോ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇവിടെ
പിന്നെ എനിക്ക് തോന്നിയ കാര്യം ഇത് റെക്കോർഡ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ്. പക്ഷെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലൊരു അപകടമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നാളെ എന്താണ് എന്നോട് ഇന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്, ഇന്ന രീതിയിലെ ചർച്ച ചെയ്തതെന്ന് ഒരാൾ വിവാദമാക്കിയാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് സേഫായിട്ടുള്ള മോഡെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ചുരുക്കി പറയാം, ഇപ്പോൾ ഈ അമർത്യ സെൻ, അത് ഇന്ത്യയിൽ നോബൽ സമ്മാനം ലഭിച്ച വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരുള്ളതായിട്ടുള്ള അമർത്യ സെൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. അത് ഇന്ത്യയുടെ ഈ സംവാദ സംസ്കാരത്തെക്കുറിച്ച് ഉള്ളതാണ്. അത് ഇന്ത്യയിൽ ഇത്രയേറെ ആശയങ്ങൾ നമുക്കറിയാം, ധാരാളം ദർശനങ്ങൾ, ധാരാളം മതങ്ങൾ, ഇതെല്ലാം എന്തുകൊണ്ട് ഈ വന്നു, അല്ലെങ്കിൽ ഒരുപാട് സബ് കൾച്ചേഴ്സ് ഉണ്ടായി എന്നതിന് അദ്ദേഹം പറയുന്നൊരു കാരണം, ഇതൊരു സംവാദാത്മക സമൂഹമായിരുന്നു. അതിലെല്ലാവർക്കും അതിന് അവസരമുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുന്നതിൽ കുറച്ച് പേരെന്ത് ചെയ്യും, സ്വീകരിക്കും, കുറച്ച് പേര് എന്നെ തിരസ്കരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ഈ എൻറ്റിറ്റീസ് നിലനിൽക്കാൻ കാരണം അതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇത് വേണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ പാരമ്പര്യത്തെ, ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ ചരിത്രത്തെ നിഷേധിക്കലാണ്. നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ശങ്കരാചാര്യരുടെ ദിഗ്വിജയത്തെക്കുറിച്ച് ഇതേ വിഭാഗമാണല്ലോ പറയുക. എന്താണ് ഈ ദിഗ്വിജയം? ഇവിടെ കേരളത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ, അദ്ദേഹം അന്ന് നമുക്കറിയാം, അന്ന് ഇവിടെ ജൈന ബുദ്ധ മതങ്ങൾ ശക്തമായി നിൽക്കുന്ന കാലഘട്ടമാണ്. അതായത് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ആ മതങ്ങളാണ് പ്രബലമായിട്ടുള്ളത്. അത് കേരളം വരെ എത്തി നിൽക്കുന്ന മതമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ വേദാന്ത ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവാദയാത്ര നടത്തുന്നത്. അദ്ദേഹത്തെ ആരും തടഞ്ഞിട്ടില്ലല്ലോ. തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അദ്ദേഹം തോൽപ്പിച്ചു. ആ തോൽപ്പിച്ച് ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് മുകളിൽ ആധിപത്യം നേടിയിട്ടാണ് ഹൈന്ദവ ഇതിനെ തിരിച്ചു കൊണ്ടുവന്നാണ്. അപ്പോൾ അവിടെ ഒരു സംവാദാത്മകമായ സമീപനത്തെ ഈ രാജ്യം അംഗീകരിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഈ മഠങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ പഴയകാല രാജാക്കന്മാരുടെ ഒക്കെ കൊട്ടാരങ്ങളിൽ ഇത്തരത്തിൽ പണ്ഡിതന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു വലിയ ഈ പണ്ഡിതനൊക്കെ വന്നു എന്ന് കിട്ടിയാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് അവിടുത്തെ പണ്ഡിതന്മാരായിട്ട് എന്ത് ചെയ്യും, ഏറ്റുമുട്ടിപ്പിക്കും. പക്ഷേ അങ്ങനെ രാജാക്കന്മാർ പഠിച്ചിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഭരണാധികാരികൾക്ക് അജ്ഞാതമായ, അവരെക്കാൾ കൂടുതൽ സെക്യുലറായ, അവരെക്കാൾ കൂടുതൽ ഈ ബൗദ്ധികമായി ഔന്നത്യമുണ്ടായിരുന്ന രാജാക്കന്മാരിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ അനുഭവമണ്ഡപം എല്ലാം അങ്ങനത്തെ, നമുക്ക് വിക്രമാദിത്യ രാജാക്കന്മാരെടുത്താലും അക്ബറിനെടുത്താലും ഒക്കെ മറ്റേ മൗര്യ സാമ്രാജ്യത്തിനകത്തൊക്കെ ഇതുണ്ട്. ഈ 18 കവികൾ എന്ന് പറഞ്ഞാൽ കവികളല്ല എല്ലാവരും. അവർ പലരും പണ്ഡിതന്മാരും മറ്റു പല വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫിക്കലും ഒക്കെ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് മധ്യകാല ഇന്ത്യ ഒരു ബഹുസ്വര ഇന്ത്യ മധ്യമായിട്ട് രൂപപ്പെടുന്നത്. ആ ബഹുസ്വര ഇന്ത്യയെ ഏകശിലാത്മകതയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും. അപ്പോൾ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത്രയും പരസ്യമായി നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതിൻ്റെ പിറകിൽ എന്തോ നിഗൂഢതയുണ്ട്, ദുരൂഹമായിട്ടുണ്ട്. അവർ 2 മൈക്കും, അവരുടെ വിദേശ ഫണ്ട് 2 മൈക്കും ഒരു ചെറിയ സ്പീക്കറും വാങ്ങിയിട്ടുണ്ട്. അതിനെന്തോ ഒരു വിദേശ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവണം ഈ രീതിയിലുള്ള ചർച്ചകൾ പോകുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് വളരെ മോശപ്പെട്ട പ്രാങ്കുകൾ തെരുവുകളിൽ നടക്കുന്നുണ്ട്. അതിന് പ്രശ്നമില്ല. നൈറ്റ് ലൈഫ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെന്തില്ല, പ്രശ്നമില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം വെച്ചാൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ്സിൽ, വിനോദത്തിൽ മാത്രം സമാധാനം കണ്ടെത്തുന്നവരോ ആനന്ദം കണ്ടെത്തുന്നവരോ അല്ല. മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൗദ്ധികമായ, ആത്മീയമായ അന്വേഷണങ്ങൾ അതിനേക്കാളും എത്രയോ വലുതാണ്, അപ്പുറത്തുള്ളതാണ്. അത്തരം അന്വേഷണങ്ങൾക്ക് ലൂടെയാണ് ശാശ്വതമായ സമാധാനവും ശാന്തിയൊക്കെ മനുഷ്യർ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് കൂടുതലായ പ്രോത്സാഹനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതുണ്ടാവുകയാണ് വേണ്ടത്. ഈ നമുക്കറിയാം, ഇവിടെ മഠങ്ങളും ഈ സന്യാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ കൂടെ കോൺഫ്ലുവൻസ്, ഒരു സമന്വയം നിലനിൽക്കുന്ന ഒരു രാജ്യമാണിവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർ അവരുടെ ഈ സമാധാനത്തിന് വേണ്ടി, അവരുടെ ആത്മീയ ശാന്തിക്ക് വേണ്ടി ഒക്കെ നടത്തുന്ന ബൗദ്ധികമായ, ആത്മീയമായ അന്വേഷണങ്ങൾക്ക് മാത്രം തടയിടുകയും
ബാക്കി എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ഇതിനൊരു ആത്മീയ സമൂഹമല്ലാതെയാക്കി മാറ്റും. ബൗദ്ധിക തലത്തിലുള്ള ചർച്ചകളും കുറച്ച് കഴിയുമ്പോൾ തടയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം അനുവാദങ്ങൾ നിലനിൽക്കണം. അത് ബൗദ്ധിക സമൂഹമാണ് ഇതിനാദ്യമായിട്ട് ഉത്തരം പറയേണ്ടത്. ഏതായിരുന്നാലും ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എന്തെല്ലാം അനുവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നിയമതലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇത്തരം മതവും അതിൻ്റെ ചർച്ചകളുമൊക്കെ പൊതുസമൂഹത്തിൽ ഇപ്പോഴുള്ളതുപോലെ തന്നെ വൃത്തിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഈ രാജ്യത്തിനും കരണീയമായിട്ടുള്ളത് എന്നാണ് നാം തിരിച്ചറിയുന്നത്.